യേശു ഇവിടെയുണ്ട്. യേശു നിങ്ങളുടെ സമീപത്തുണ്ട്. നിങ്ങളുടെ ഹൃദയം തുറക്കുവീൻ. യേശുവോട് പറയുവീൻ, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇപ്പോൾ എല്ലാ ആളുകളുടെയും ആത്മാക്കളെ കർത്താവ് ശുദ്ധീകരിക്കുന്നു. എല്ലാവരുടെയും ആത്മാക്കളെ കർത്താവ് ശുദ്ധീകരിക്കുന്നു. ഇപ്പോൾ തന്നെ വൻ ശുദ്ധീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദുശ്ശീലങ്ങൾ എറിഞ്ഞു കളയുവീൻ. നിങ്ങളുടെ സിഗരറ്റുകൾ, നിങ്ങളുടെ മദ്യപാനം, നിങ്ങളുടെ മയക്കുമരുന്നുകൾ, and the wrong things that you have been surfing in your net. നിങ്ങൾ ഓൺലൈനിൽ വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ മാറ്റിക്കളയുവീൻ. Turn away from your wickedness. നിങ്ങളുടെ ദുഷ്ടതയിൽ നിങ്ങൾ മാറി വരുവീൻ. Turn away from your sinful thoughts. നിങ്ങളുടെ പാപചിന്തകളിൽ നിന്ന് മാറി വരുവീൻ. Turn away from your anger against those in the family. കുടുംബത്തിലുള്ള ആളുകളോടുള്ള കോപമൊക്കെ നിങ്ങൾ എടുത്തു മാറ്റുവീൻ. Turn away from your anger against other people. മറ്റ് ആളുകളോട് നിങ്ങൾ കാണിക്കുന്ന കോപമൊക്കെ മാറ്റിക്കളയുവീൻ. Turn to Jesus. യേശുവിലേക്ക് തിരിയുവീൻ. Turn away from the wrong things you have done relating to money. പണസംബന്ധമായി നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ തെറ്റായ കാര്യങ്ങളും നിങ്ങൾ മടങ്ങി വരുവീൻ. Whatever it is. അതെന്ത് തന്നെ ആയാലും Now Jesus will clean us up. ഇപ്പോൾ യേശു നമ്മെ ശുദ്ധീകരിക്കും. Make us the child of Jesus. യേശുവിന്റെ പൈതലാക്കി നമ്മളെ മാറ്റും. Right now. ഇപ്പോൾ തന്നെ Open your heart. നിങ്ങളുടെ ഹൃദയം തുറക്കുവീൻ. And cry. കരയുവീൻ. Everybody cry. എല്ലാവരും കരയുവീൻ. Tell him, wash me with your blood, Lord. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പറയൂ. Tell him, wash me with your blood. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പറയൂ. Jesus, cleanse me. യേശുവേ, എന്നെ ശുദ്ധീകരിക്കണമേ. Cleanse my husband. എന്റെ ഭർത്താവിനെ ശുദ്ധീകരിക്കണമേ. Cleanse my wife. എന്റെ ഭാര്യയെ ശുദ്ധീകരിക്കണമേ. Cleanse my എന്റെ children. കുഞ്ഞുങ്ങളെ ശുദ്ധീകരിക്കണമേ. Cleanse my parents. എന്റെ മാതാപിതാക്കളെ ശുദ്ധീകരിക്കണമേ. God is answering your prayer right ഇപ്പോൾ തന്നെ now. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നു. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാമോ? Lord Jesus, കർത്താവായ യേശുവേ, wash every one of us with your blood. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ രക്തത്താൽ കഴുകണമേ. All are sinners. ഞങ്ങൾ എല്ലാവരും പാപികൾ. Wash everyone with your blood. അങ്ങയുടെ രക്തത്താൽ എല്ലാവരെയും അങ്ങ് കഴുകണമേ. Let every sin, എല്ലാ പാപങ്ങളും, sinful nature, പാപസ്വഭാവങ്ങൾ, sinful action that we have committed ഞങ്ങൾ ചെയ്തിരിക്കുന്ന പാപപ്രവൃത്തികൾ എല്ലാം be removed in Jesus' name. യേശുവിന്റെ നാമത്തിൽ മാറ്റിക്കളയട്ടെ. Let every guilt come out of everybody in the name of Jesus. എല്ലാ കുറ്റമനസാക്ഷിയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പുറത്തേക്ക് വരട്ടെ. Let every fear caused by sin leave every heart. പാപം കൊണ്ടുവരിക്കുന്ന എല്ലാ ഭയവും എല്ലാ ഹൃദയത്തിൽ നിന്നും മാറിപ്പോകട്ടെ. Jesus, യേശുവേ, wash everybody with your blood. അങ്ങയുടെ രക്തത്താൽ എല്ലാവരെയും കഴുകണമേ. Embrace everybody, Lord. കർത്താവ് എല്ലാവരെയും അങ്ങ് ആലിംഗനം ചെയ്യണമേ. Kiss everybody, Lord. കർത്താവ് എല്ലാവരെയും അങ്ങ് ചുംബിക്കണമേ. And now make everybody a new creature. ഇപ്പോൾ എല്ലാ ആളുകളെയും പുതിയ സൃഷ്ടിയാക്കണമേ. Thank you, Jesus. യേശുവേ, Give നന്ദി. everybody a new spirit. എല്ലാ ആളുകൾക്കും പുതിയ ആത്മാവിനെ The നൽകണമേ. spirit of Jesus. യേശുവിന്റെ ആത്മാവിനെ നൽകണമേ. New mind. പുതിയ മനസ്സ് നൽകണമേ. The mind of Christ. ക്രിസ്തുവിന്റെ മനസ്സ് നൽകണമേ. A new body as the temple of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആലയമായി പുതിയ ശരീരം നൽകണമേ. Let everybody become the temple of the Holy Spirit in Jesus' name. എല്ലാ ആളുകളും യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരട്ടെ. Thank you, Lord, for doing that. കർത്താവേ, അതങ്ങ് ചെയ്യുന്നതിനാൽ Thank you, നന്ദി. Lord, for doing that. കർത്താവേ, അതങ്ങ് ചെയ്യുന്നതിനാൽ Thank you, നന്ദി. Lord, for cleansing everybody. കർത്താവ് എല്ലാ ആളുകളെയും വിശുദ്ധീകരിക്കുന്നതിനാൽ നന്ദി. Give them a new life full of love for Jesus. യേശുവിന് സമ്പൂർണ്ണ സ്നേഹം അർപ്പിക്കുന്ന ഒരു നല്ല ജീവിതം അവർക്ക് നൽകണമേ. We give you the glory. We give you the glory, my Father. എന്റെ പിതാവേ, Lord Jesus, കർത്താവായ യേശുവേ, please lay your hands on everyone, Lord. കർത്താവേ, ദയവായി എല്ലാവരുടെ മേലും അങ്ങ് കരം വെക്കണമേ. You have suffered for everyone. അങ്ങ് എല്ലാവർക്കും വേണ്ടി കഷ്ടത അനുഭവിച്ചല്ലോ. Father, your hands have the nail-pierced wounds. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ആ ആണിപ്പാടുണ്ടല്ലോ. Lay your hands on everyone's body who have laid their hands on their chest. കർത്താവ് നെഞ്ചിൽ കൈവച്ചിരിക്കുന്ന എല്ലാ ആളുകളുടെ മേലും കർത്താവേ, അങ്ങയുടെ കരം അങ്ങ് വെക്കണമേ. Touch them അവരെ തൊടണമേ. and heal them, Lord. കർത്താവ് അവരെ സൗഖ്യമാക്കണമേ. From head to foot.
ശിരസ് മുതൽ പാദം വരെ. Father, let them be healed. പിതാവേ, അവർ സൗഖ്യം പ്രാപിക്കട്ടെ. Let them be healed. അവർ സൗഖ്യം പ്രാപിക്കട്ടെ. Give them new organs. അവർക്ക് പുതിയ അവയവങ്ങൾ നൽകണമേ. New organs. പുതിയ അവയവങ്ങൾ. Let the old organs become new in the name of Jesus. പഴയ അവയവങ്ങളൊക്കെയും യേശുവിന്റെ നാമത്തിൽ പുതിയ അവയവങ്ങളായി Let തീരട്ടെ. every sickness, എല്ലാ രോഗങ്ങളും, every weakness, എല്ലാ ബലഹീനതകളും, every deformity, എല്ലാ അധാർമികതകളും leave their organs right now in Jesus' name. ഇപ്പോൾ തന്നെ അവരുടെ അവയവങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. Thank you, Lord, for doing that. കർത്താവേ, അങ്ങ് ചെയ്യുന്നതിനാൽ നന്ദി. Thank you, Lord, for healing everybody. കർത്താവ് എല്ലാവരെയും അങ്ങ് സൗഖ്യമാക്കുന്നതിനാൽ നന്ദി. Thank you for your wounds which are healing everyone right now. ഇപ്പോൾ തന്നെ എല്ലാവരെയും സൗഖ്യമാക്കുന്ന അങ്ങയുടെ മുറിവുകൾക്കായി നന്ദി. And dear Lord, Holy Spirit, പ്രിയ കർത്താവേ, പരിശുദ്ധാത്മാവേ, please create brand new organs for everyone whose organs are not working. കർത്താവ്, അവയവങ്ങൾ ശരിയായി പ്രവർത്തിക്കാതിരിക്കുന്ന എല്ലാവർക്കും ദയവായി പുതിയ അവയവങ്ങൾ നൽകണമേ. Now I command in Jesus' name. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, Let everyone's organs become new. എല്ലാവരുടെയും അവയവങ്ങൾ പുതുതായി തീരട്ടെ. Become new. പുതുതായി തീരട്ടെ. Become new. പുതുതായി തീരട്ടെ. Function normally. ശരിയായി പ്രവർത്തിക്കട്ടെ. Your organs be healed. അവയവങ്ങൾ സൗഖ്യമാകട്ടെ. Be healed. സൗഖ്യമാകട്ടെ. Every deformity be healed. എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ. Become normal. സാധാരണഗതിയിലാകട്ടെ. Become normal. സാധാരണഗതിയിലാകട്ടെ. Be healed. സൗഖ്യമാകാം. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. You deaf and dumb spirit, come out in Jesus' name. ഭൂമിയുടെ ചികിടതൻ ദുഷ്ടാത്മാവേ, യേശുവിന്റെ നാമത്തിൽ പുറത്തു വരിക. Every wound be healed. എല്ലാ മുറിവുകളും സൗഖ്യമാകട്ടെ. Every wound be healed. എല്ലാ മുറിവുകളും സൗഖ്യമാകട്ടെ. Let God's healing power, ദൈവത്തിന്റെ രോഗശാന്തി ശക്തി, recreating power, പുനർനിർമ്മാണം ചെയ്യുന്ന ശക്തി flow into every organ. എല്ലാ അവയവത്തിലേക്ക് പ്രവേശിക്കട്ടെ. Be healed. സൗഖ്യമാകാം. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Now every pain, ഇപ്പോൾ എല്ലാ വേദനകളും from head to foot, ശിരസ് മുതൽ പാദം let വരെ it leave everyone's body. അതെല്ലാവരുടെ ശരീരത്തെ വിട്ടു മാറിപ്പോകട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Every pain come out now. ഇപ്പോൾ തന്നെ എല്ലാ വേദനയും പുറത്തു വരിക. Stop now. ഇപ്പോൾ നിന്നു പോകാം. Stop now. ഇപ്പോൾ നിന്നു പോകാം. Stop now. ഇപ്പോൾ നിന്നു പോകാം. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Every pain stop. എല്ലാ വേദനയും നിലച്ചു പോകട്ടെ. Stop. നിലച്ചു പോകാം. Be healed. സൗഖ്യമാകാം. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Every problem in the blood be healed. രക്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടട്ടെ. Your blood flow become normal from head to foot in Jesus' name. രക്തപ്രവാഹമൊക്കെ യേശുവിന്റെ നാമത്തിൽ ശിരസ് മുതൽ പാദം വരെ ശരിയായി തീരട്ടെ. Every disease in the blood be healed. രക്തത്തിലുള്ള എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. Every blood flow stop now in Jesus' name. എല്ലാ രക്തപ്രവാഹവും യേശുവിന്റെ നാമത്തിൽ നിലച്ചു പോകട്ടെ. Every blood discharge stop now in Jesus' name. എല്ലാ രക്തസ്രാവവും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിലച്ചു പോകട്ടെ. And let the blood flow normally within the body. ശരീരത്തിനുള്ളിൽ തന്നെ ശരിയായ വിധത്തിൽ രക്തപ്രവാഹം In ഉണ്ടാകട്ടെ. the name of Jesus, I command this miracle now. ഈ അത്ഭുതം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. Now let the bones be healed. ഇപ്പോൾ അസ്ഥികൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. Your bones be healed. അസ്ഥികളെ ഇപ്പോൾ സൗഖ്യമാകാം. Be healed. സൗഖ്യമാകാം. Be set right in Jesus' name. ഇപ്പോൾ തന്നെ ശരിയായ വിധത്തിലായി തീരട്ടെ യേശുവിന്റെ And നാമത്തിൽ. every deficiency in the body be healed. ശരീരത്തിലുള്ള എല്ലാ ബലഹീനതകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Every allergy be healed. എല്ലാ അലർജിയും സൗഖ്യമാകട്ടെ. You allergies be healed in Jesus' name. അലർജികളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകാം. Stop now. ഇപ്പോൾ നിലച്ചു Be പോകാം. healed. സൗഖ്യമാകാം. Be healed. സൗഖ്യമാകാം. Be healed. സൗഖ്യമാകാം. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Every demonic spirit which has brought sin and sickness into their bodies, അവരുടെ ശരീരത്തിലേക്ക് പാപവും രോഗവും കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ സാത്താന്റെ ബന്ധനങ്ങളും I command you to leave their bodies now. ഇപ്പോൾ തന്നെ അവരുടെ ശരീരങ്ങളെ വിട്ടുപോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. Now leave their spirits now. ഇപ്പോൾ അവരുടെ ആത്മാക്കളെ വിട്ടുമാറുക. Leave their minds അവരുടെ now. മനസ്സുകളെ ഇപ്പോൾ തന്നെ വിട്ടുപോകാം. Leave their families now. അവരുടെ കുടുംബങ്ങളെ ഇപ്പോൾ തന്നെ വിട്ടുപോകാം. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Every witchcraft power, we cast you out in Jesus' name. എല്ലാ മന്ത്രവാദ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറത്തേക്ക് അയക്കുന്നു. I rebuke the power of these evil powers and I cast them into hellfire in Jesus' name, releasing these God's people. ഈ ദൈവജനത്തൊക്കെയും വിടുവിച്ചുകൊണ്ട് ദുഷ്ടശക്തികളൊക്കെയും ഭത്സിച്ച് പുറത്താക്കിക്കൊണ്ട് നരകാഗ്നിയിലേക്ക് ഞാൻ അവക്കെയും പറഞ്ഞയക്കുന്നു.
The Holy Spirit is coming right now. പരിശുദ്ധാത്മ ഇപ്പോൾ തന്നെ വന്നിറങ്ങുന്നു. I see the name of a person called Bridju. ബ്രിജു എന്ന പേരിൽ ഒരു വ്യക്തിയുടെ പേര് ഞാൻ കാണുന്നു. Bridju. God's power is coming upon your tumor that is in your head. നിന്റെ തലയിലുള്ള ആ മുഴയിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. You are crying, why Lord? എന്തുകൊണ്ട് കർത്താവേ നീ കരയുന്നു? I have helped so many people. ഞാൻ അനേകം ആളുകളെ സഹായിച്ചിരിക്കുന്നു. Yes, you have been hungry and you have discarded food for the sake of helping other people many times. അനേകം സന്ദർഭങ്ങളിൽ വിശപ്പ് പോലും നോക്കാതെ അനേകം ആളുകളെ സഹായിക്കാൻ നീ ഒരുമ്പിട്ടിരിക്കുന്നു. But you are crying, why Lord? എന്നാൽ എന്തുകൊണ്ട് കർത്താവേ എന്ന് ഇപ്പോൾ കരയുന്നു? Jesus is moved with compassion. യേശു മനസ്സിലുള്ളവനായി നിന്റെ സമീപത്തുണ്ട്. He's healing you right now. ഇപ്പോൾ യേശു നിന്നെ സൗഖ്യമാക്കുന്നു. God will also make you to be a lawyer to intercede for other people. മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ തക്കവണ്ണം ദൈവം നിന്നെ ഒരു വക്കീലാക്കി തീർക്കാൻ പോകുന്നു. The hand of God is coming to lift you up and heal you. ദൈവത്തിന്റെ കരം നിന്നെ ഉയർത്തി നിന്നെ സൗഖ്യമാക്കുവാൻ ഇതാ വരുന്നു. The glory of God is coming. ദൈവത്തിന്റെ മഹത്വം ഇതാ വന്നിറങ്ങുന്നു. ഗ്ലോറിയ. God touched you right now. ഇപ്പോൾ തന്നെ ദൈവം നിന്നെ തൊട്ടിരിക്കുന്നു. You have terrible problem in your stomach. നിന്റെ വയറിലുള്ള കടുത്ത രോഗം. God heals your digestive system. നിന്റെ ദഹന ശേഷിയൊക്കെയും കർത്താവ് മടക്കി You are തരുന്നു. also a prayer warrior. നീ ഒരു പ്രാർത്ഥനാ പടയാളിയാകുന്നു. God is healing you. ദൈവം നിന്നെ സൗഖ്യമാക്കുന്നു. You will pray and bring God's blessings on millions of people. നീ പ്രാർത്ഥിച്ച ദശലക്ഷക്കണക്കിന് ആളുകളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടെത്തിക്കും. Miracles are happening. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. God is delivering everybody. ദൈവം എല്ലാ ആളുകളെയും വിടുവിക്കുന്നു. Yes, Lord. അതേ കർത്താവേ, Thank you, Jesus. യേശുവേ നന്ദി. Your love is filling every heart. അങ്ങയുടെ സ്നേഹം എല്ലാ ഹൃദയങ്ങളെയും നിറയ്ക്കുന്നു. Your love is filling everybody. എല്ലാ ആളുകളെയും കർത്താവ് അങ്ങയുടെ സ്നേഹം You are giving നിറച്ചുകൊണ്ടിരിക്കുന്നു. them new organs. അങ്ങ് അവർക്ക് പുതിയ അവയവങ്ങൾ Even നൽകുന്നു. those who are unable to bear children, കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയാതിരിക്കുന്ന ആളുകൾക്ക് തന്നെ you are touching their womb right now. ഇപ്പോൾ തന്നെ ഗർഭപാത്രത്തെ അങ്ങ് തൊടുന്നുവല്ലോ. Right now. ഇപ്പോൾ തന്നെ Recreating those organs of the husband and the wife. ഭാര്യയുടെയും ഭർത്താവിനെയും ആ അവയവങ്ങളെ കർത്താവെ പുനർനിർമ്മാണം ചെയ്യണമേ. Tonight let her conceive. ഈ രാത്രിയിൽ അവൾ ഗർഭവതിയായി തീരട്ടെ. Tonight let the wife conceive in Jesus' name. ഈ രാത്രിയിൽ ഭാര്യ യേശുവിന്റെ നാമത്തിൽ ഗർഭവതിയായി തീരട്ടെ. Several of you are getting terrible headaches. നിങ്ങൾ അനേകര കടുത്ത തലവേദന അനുഭവിക്കുന്നു. Jesus heals you right now. ഇപ്പോൾ തന്നെ യേശു നിങ്ങൾക്ക് സൗഖ്യം തരുന്നു. റാണി, God healed you right now. ദൈവം നിന്നെ ഇപ്പോൾ സൗഖ്യമാക്കിയിരിക്കുന്നു. Thank you, Lord. കർത്താവേ Thank നന്ദി. you, Lord. കർത്താവേ God's നന്ദി. healing power is flowing into everybody right ഇപ്പോൾ now. തന്നെ എല്ലാ ആളുകളും ദൈവത്തിന്റെ രോഗശാന്തി ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Yes, the hand of God is coming upon you. അതേ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വരുന്നു. Keep on praising the Lord. ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ടേയിരിക്കും. Miracles are still happening. ഇപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. There are several people who have problem in your family life. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളുള്ള അനേകം ആളുകൾ ഇവിടെയുണ്ട്. No peace in your home. നിങ്ങളുടെ ഭവനത്തിൽ സമാധാനമില്ല. Jesus is uniting the husband and the wife together. യേശു കർത്താവ് ഭാര്യയും ഭർത്താവും ഒരുമിപ്പിക്കുന്നു. He is uniting the children and the parents together. കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും യേശു കർത്താവ് ഒരുമിപ്പിക്കുന്നു. Oh, you are going to be a great father for your children. അതേ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഒരു വലിയ പിതാവായിരിക്കും. You are going to be a great mother to your children. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വലിയ മാതാവായി തീരും. Turn your heart to Jesus. നിങ്ങളുടെ ഹൃദയം യേശുവിലേക്ക് തിരിക്കുവീൻ. Say, Lord, I have not been a faithful father. പറയുവിൻ, കർത്താവേ ഞാൻ വിശ്വസ്ത പിതാവ് ആയിരുന്നില്ല. I have not been a good husband. ഞാനൊരു നല്ല ഭർത്താവ് ആയിരുന്നില്ല. Forgive me. എന്നോട് ക്ഷമിക്കണമേ. Forgive me. എന്നോട് ക്ഷമിക്കണമേ. Tonight Jesus is uniting the husband, wife and the children together, and he is going to be the father of your family. ഈ രാത്രി യേശു കർത്താവ് ഭർത്താവിനെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒരുമിപ്പിച്ച് നിങ്ങളുടെ കുടുംബത്തിന് യേശു കർത്താവ് പിതാവ് ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Just believe. നിങ്ങൾ വിശ്വസിക്കുവീൻ. Just believe. വിശ്വസിക്കുവീൻ. And say, Lord, forgive me. പറയുവിൻ, കർത്താവിനോട് ക്ഷമിക്കണമേ. I want to have joyous family life. എനിക്ക് സന്തോഷമുള്ള കുടുംബജീവിതം വേണം. I want a joyous family life. എനിക്ക് സന്തോഷമുള്ള കുടുംബജീവിതം വേണം. Jesus is coming into your family right now. യേശു ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. Would you cry out for the blessing of your family? നിങ്ങളുടെ കുടുംബത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ കരഞ്ഞപേക്ഷിക്കുമോ? Lord Jesus, കർത്താവായ യേശുവേ, see the cry of your children. അങ്ങയുടെ മക്കളുടെ കണ്ണുനീർ കാണണമേ. From today, ഇന്നു മുതൽ transform the heart of the husband. ഭർത്താവിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. Transform the heart of the wife. ഭാര്യയുടെ ഹൃദയത്തെ Let രൂപാന്തരപ്പെടുത്തണമേ. your love fill their hearts. കർത്താവേ, അങ്ങയുടെ സ്നേഹം അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. Let them come together. അവർ ഒരുമിച്ച് കൂടട്ടെ. Let the children and the parents come together. കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒരുമിച്ച് വരട്ടെ. Let there be your love in their hearts for each other and for you.
കർത്താവെ, അവരുടെ ഹൃദയങ്ങളിൽ അന്യോന്യവും അങ്ങേക്കുള്ള സ്നേഹവും വ്യാപരിക്കട്ടെ. Let them repent and come together. അവർ പശ്ചാത്തപിച്ച് ഒത്തുകൂടി വരട്ടെ. Tonight do this miracle, Lord. ഈ രാത്രി കർത്താവെ, ഈ അത്ഭുതം അങ്ങ് ചെയ്യണമേ. Let all the families become one family full of joy. എല്ലാ കുടുംബങ്ങളും കർത്താവെ ഒരു കുടുംബമായി തീർന്ന് സമ്പൂർണ്ണ സന്തോഷം അനുഭവിക്കട്ടെ. Holy Spirit, come upon them right now പരിശുദ്ധാത്മാവേ, അവരുടെ മേൽ ഇപ്പോൾ തന്നെ വന്നിറങ്ങണമേ. and drive out the devils who are separating them. അവരെ ഛിദ്രിച്ച് അവരെ വേർപെടുത്തുന്ന ദുഷ്ടാത്മാക്കളെ പുറത്താക്കണമേ. Let them love each other. അവർ അന്യോന്യം സ്നേഹിക്കട്ടെ. I command God's love to come upon every family in Jesus' name. എല്ലാ കുടുംബത്തിലും യേശുവിന്റെ സ്നേഹം വന്ന് വ്യാപരിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. Thank you for doing it, Lord. കർത്താവേ, അത് അങ്ങ് ചെയ്യുന്നതിനാൽ നന്ദി. Thank you for doing it, Lord. കർത്താവേ, അത് അങ്ങ് ചെയ്യുന്നതിനാൽ നന്ദി. Thank you for doing it, Lord. കർത്താവേ, അങ്ങ് അത് ചെയ്യുന്നതിനാൽ We നന്ദി. give you the glory. ഞങ്ങൾ അങ്ങേക്ക് മഹത്വം തരുന്നു. Shall we clap our hands and give Jesus all the glory? നമ്മൾ കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിന് സർവ്വ മഹത്വം അർപ്പിക്കാമോ?